എല്ലാവർക്കും നമസ്കാരം. സുബ്രഹ്മണ്യൻ്റെ വാഹനമാണ് മയിൽ. കൊടിയടയാളം പൂവൻകോഴിയും. ഈ രണ്ട് പക്ഷികൾ സുബ്രഹ്മണ്യൻ്റെ കൂടെ എത്താൻ കാരണമായ ഒരു കഥയുണ്ട്. അതിബലവാനായ ഒരു അസുരനായിരുന്നു ശൂരപദ്മൻ. ഒരിക്കൽ ശൂരപദ്മാസുരനും അനുയായികളും കൂടി ദേവലോകം ആക്രമിച്ച് കീഴടക്കി. കയ്യിൽ കെട്ടിയ ദേവന്മാരെ ശൂരപദ്മൻ ഭൂമിയിൽ കൊണ്ടുവന്ന് തടവിലുമിട്ടു. അമൃതും മദ്യവും അപ്സര സ്ത്രീകളുടെ നൃത്തവുമൊന്നുമില്ലാതെ ഗോതമ്പുണ്ടയും ചപ്പാത്തിയും മാത്രം കഴിച്ച് കിടക്ക് കുറച്ചു കാലം, ഒരു പദം വരട്ടെ എന്നൊക്കെ ചിന്തിച്ചായിരുന്നു ശൂരപദ്മൻ ദേവന്മാരെ തുറുങ്കിലടച്ചത്. ശൂരപദ്മൻ്റെ കയ്യിൽ കിട്ടാതിരുന്ന ദേവന്മാർ ഓടി കൈലാസത്തിൽ ഒളിച്ചു. അസുരന്മാരെങ്ങാൻ സ്വർഗത്തിൽ വന്ന് തിരഞ്ഞാൽ കാണാതിരിക്കാൻ ഇന്ദ്രൻ ഭൂമിയിലും ഒളിച്ചു. തൽക്കാലം ദേവലോകത്തിൽ പോക്ക് നടക്കില്ല. ഈ സമയത്ത് ആവേശം കാണിച്ച് ദേവലോകത്ത് പോയാൽ പണി പാളും. ഉണ്ടുറങ്ങി അലസമായിരുന്നതിന് കിട്ടിയ പണിയാണ്. തൽക്കാലം സഹിക്കുകയല്ലാതെ നിവൃത്തിയില്ല. മറ്റെല്ലായിടവും കുത്തിമറിച്ചു നോക്കിയാലും അസുരന്മാർ ഒരു കാരണവശാലും എന്നെ ഭൂമിയിൽ തിരയാൻ സാധ്യതയില്ല. എന്തായാലും ഒളിച്ചിരിപ്പാണ്. എന്നാൽ പിന്നെ തപസ്സും കൂടി ചെയ്ത് നഷ്ടപ്പെട്ട ഊർജം ഒന്ന് തിരിച്ചു പിടിക്കാനും നോക്കാം. ഒറ്റയ്ക്കായിപ്പോയ ദേവേന്ദ്രൻ അങ്ങനെ തപസ് ആരംഭിച്ചു. കൈലാസത്തിൽ ഒളിച്ച ദേവന്മാർ പരമശിവനോട് സങ്കടം പറഞ്ഞു. ഇതിപ്പോൾ സ്ഥിരം പതിവായിരിക്കുന്നു. ഒന്ന് നടുനിവർക്കുമ്പോഴേക്കും ഏതെങ്കിലും അസുരൻ മെക്കെട്ട് കയറാൻ വരുന്നു. ആ ബ്രഹ്മാവ് ആളും തരവും നോക്കാതെ നാഴികയ്ക്ക് 40 വട്ടം ചോദിച്ചവർക്കൊക്കെ വരവും കൊടുക്കുന്നു. ദേവന്മാരാണെന്ന് പറയാൻ തോന്നില്ല. നിന്ന് കരയുന്നത് കണ്ടില്ലേ, കഷ്ടം. ശിവന് ശുണ്ഠി പിടിച്ചു. എന്തായാലും അഭയം പ്രാപിച്ചതല്ലേ, രക്ഷിക്കാതെ എങ്ങനെ? ശിവൻ മകനെ വിളിച്ചു. സുബ്രഹ്മണ്യ, വരൂ. കളി നിർത്തിവെച്ച് സുബ്രഹ്മണ്യൻ വന്നു. ഇവരുടെ കാര്യത്തിലൊരു തീരുമാനമാക്കി കൊടുക്കണം. പതിവ് പരിപാടി തന്നെ. അസുരൻ തപസ്സിൽ കിട്ടിയ വരവും വാങ്ങി ഉമ്മാക്കി കാണിച്ചു വന്നു. സകലരും പേടിച്ചോടി. ഇത്തവണ ശൂരപദ്മൻ. ഇതൊരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് സുബ്രഹ്മണ്യൻ ആവശ്യം വേണ്ട മാരകായുധങ്ങളുമായി അസുരനെ നേരിടാനിറങ്ങി. ശൂരപദ്മൻ്റെ കൊട്ടാരത്തിൽ വന്ന് സുബ്രഹ്മണ്യൻ ഒരു ദൂതനെ പറഞ്ഞയച്ചു. പേരിൽ മാത്രം പോരാ ശൂരത്വം. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വന്ന യുദ്ധം ചെയ്യൂ. ഇല്ലെങ്കിൽ തടവിലിട്ട ദേവന്മാരെ എല്ലാം നിരുപാധികം വിട്ടയക്കുക. ദൂത് കേട്ട് ശൂരപദ്മന് ചിരി വന്നു. ഒരു ചെറിയ ചെക്കൻ വന്ന് വരട്ടാൻ നോക്കുന്നു. പിടിച്ചതൊക്കെ പിടിച്ചു തന്ന വിട്ടുകൊടുത്തൊന്നും ശീലവുമില്ല. യുദ്ധമാവാം, അതിലാണ് എനിക്കും ഹരം. അങ്ങനെ സമാധാനത്തിൻ്റെ വെള്ളക്കൊടിയൊക്കെ കാട്ടിൽ കളഞ്ഞ് സുബ്രഹ്മണ്യനും ശൂരപദ്മനും ഗംഭീര യുദ്ധത്തിലേക്ക് കടന്നു. ഘോര യുദ്ധം 10 ദിവസം നീണ്ടു. കാണാൻ ബാലനാണെങ്കിലും യുദ്ധം ചെയ്ത് തോൽപ്പിക്കൽ എളുപ്പമല്ലെന്ന് ശൂരപദ്മന് ബോധ്യമായി. ഇനി വല്ല സൂത്രപ്പണിയും കാണിക്കേണ്ടി വരും. 10 ദിവസമായി മര്യാദയ്ക്ക് വല്ലതും കഴിച്ചിട്ട് ശൂരപദ്മൻ വേഷം മാറി ഒരു വൻ വൃക്ഷമായി സുബ്രഹ്മണ്യനെ നേരിട്ടു. ഏതൊരാളും കണ്ടാൽ ഭയക്കുന്ന പെരുമരം കൊമ്പുകുലുക്കി പാഞ്ഞു വരുന്നത് കണ്ടിട്ടും സുബ്രഹ്മണ്യന് ഒരു കൂസലുമില്ല. ഇത് കണ്ട് ശൂരപദ്മനും സുബ്രഹ്മണ്യനോട് ഒരു ചെറിയ ബഹുമാനമൊക്കെ തോന്നി. സുബ്രഹ്മണ്യൻ കയ്യിലെ വേലെടുത്ത് തൻ്റെ നേരെ പാഞ്ഞടുക്കുന്ന മരത്തിൻ്റെ നടുഭാഗം ഉന്നമാക്കി ആഞ്ഞു തറച്ചു. അതിശക്തമായ ഈ വേൽ പ്രഹരത്തിൽ മരം രണ്ടായി മുറിഞ്ഞു. രണ്ടായി മുറിഞ്ഞ മരത്തിൻ്റെ ഒരു ഭാഗം ക്ഷണനേരത്തിൽ ഒരു ആൺമയിലായി മാറി. മറുഭാഗം ഒരു പൂവൻ കോഴിയുമായി മാറി. സുബ്രഹ്മണ്യൻ്റെ യുദ്ധവീര്യം കണ്ടിട്ട് ആരാധന മൂത്തു നിൽക്കുകയായിരുന്നല്ലോ ശൂരപദ്മൻ. സ്വാഭാവികമായും ശൂരപദ്മൻ്റെ നടുമുറിഞ്ഞുണ്ടായ മയിലിനും പൂവൻ കോഴിക്കും ആ ആരാധന ജന്മനാ ഉണ്ടായിരുന്നു. മയിൽ പറഞ്ഞു, എന്നെ അങ്ങയുടെ
വാഹനമാക്കിയാലും അങ്ങ് ആഗ്രഹിക്കുന്ന മാത്രയിൽ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക്